എടാ ചാവാനില്ലടാ, ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടടാ. ഇങ്ങനെയൊക്കെ കമ്മൻ ഇടുന്നത് ശരിയാണോ? മരിച്ചുപോയ ആ കുടുംബത്തിന് എങ്ങനെയെങ്കിലും നീതി കൊടുക്കണേ ദൈവമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ വിഷം കാറിയിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഓക്കെ, അതിനുശേഷം പൊന്നു മനുഷ്യന്മാരെ, ഇന്നലെ അതായത് അപകടത്തിൽ മരിക്കുന്ന ആ സമയത്ത് അവർക്കൊപ്പം സെൽഫി എടുത്ത ഒരു ചങ്ങായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ ചങ്ങായി കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ അത് കേൾക്കണം. അതിനുശേഷം ഈ മരിച്ചവരെ വളരെ വളരെ മോശമായി പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ച് തരാം. ഓക്കെ, പക്ഷെ ഓല സംഭവിച്ച സമയത്ത് ഭയങ്കര ശബ്ദം, ഒരു കരച്ചില് ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം, ഓരോ കയ്യില് ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇവരെ 16-ാം വളവെന്ന് നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട്. 16-ാം വളവെന്ന്. അപ്പോ അന്നേരം ഇവര് നമ്മളെ മുമ്പിലൂടെ കവർ ചെയ്ത് പോയി. അപ്പൊ നമ്മളവിടെ സെൽഫി എടുക്കുന്നു, ഓല അവിടെ അന്നേരം സെൽഫി എടുക്കണ്ടേ. ഓരോ കയ്യില് ചെമ്പും പാത്രമൊക്കെ ഉണ്ട്, ചായ കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മള് 14 എത്തിന് പോലും 13 ഉണ്ട്. 13 നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോ ശബ്ദം, ഒരു കരച്ചില് ശബ്ദം കേട്ടെ, പിന്നെ ഒരു വീണ ശബ്ദം. പോയി നോക്കുമ്പത്തിന് വണ്ടി താഴെ കൊക്കയിൽ കിടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് നോക്കാം. അപ്പത്തിന് പിന്നെ നമ്മക്ക് നടക്കാനും കഴിയണില്ല, ഈ കണ്ണും കാണുന്നില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇയാളാണ്. ഇതെന്തിനാദ്യം വെച്ചു എന്നല്ല, നിങ്ങളത് ഒന്ന് നോക്കണം എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. നമ്മളൊക്കെ ഇങ്ങനെ കരഞ്ഞ് ഓരോ വാർത്ത കാണുമ്പോൾ ഇവനിട്ട കമൻറ്റ്, ഞാൻ ആ കമൻറ്റ് വായി തരുന്നില്ല. പൊന്നു സഹോദര, നീ മനുഷ്യനല്ലേ? എൻ്റെ പൊന്നു സഹോദര, നിന്നോടൊരു കാര്യം പറയുകയാണ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമോ എന്ന് എനിക്കറിയില്ല. 3 ദിവസത്തെ ദുനിയാവാണ്. ഇന്നുള്ളവർ നാളെയില്ല, നാളെയുള്ളവർ മറ്റന്നാളില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് എൻ്റെ പൊന്നു സഹോദര. പിന്നെ എന്തിനാണ് വിഷം കാറുന്നത്? നമ്മളൊക്കെ ഇവിടെ 1000 വർഷം ജീവിക്കാനാണോ വന്നത്? കിട്ടുന്ന ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എന്നല്ലേ. ഇവൻ എന്ത് വിഷം കാറുകയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ നല്ല തെറി വിളിച്ചിട്ടാണ് റിയാക്ട് ചെയ്തത്. ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കൊടുത്തേനെ. സത്യം പറഞ്ഞാൽ കണ്ണീരാണ് വരുന്നത്. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എങ്ങനെയാണ് റീപ്ലൈ കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉണ്ടോ ഈ കേരളത്തിൽ? ഇത് വീണ്ടും വീണ്ടും റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആരും ഇനി കമന്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് യു-പിയിലോ ഗുജറാത്തിലോ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം. ഇത് സ്വന്തം കേരളത്തിലാണ്. എങ്ങനെ പൊന്നു മനുഷ്യർ, നമ്മുടെ വീട്ടിലെ അമ്മമാർ പെങ്ങന്മാർ എന്തിനുമാണ് ഈ വണ്ടിയിൽ? ഞാൻ ഫുൾ ടൈം യാത്ര ചെയ്യുന്നവനാണ്. നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും, ഒരിത്തിരി ചിന്തിച്ചൂടെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോൾ? ഇതിന് അൻസാരി ദുഹുരി ഉസ്താദ് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് തരാം. മരിച്ചുപോയ ആ കുട്ടികളുടെ ആ ടീച്ചറിന്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ച് തരാം. അതിനു മുമ്പ് ഡ്രൈവർമാർ, അതായത് ഇന്നലെ അപകടം നടന്ന ആ റൂട്ടിൽ എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് ക്ലിയർ ആയി പറഞ്ഞു തരുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ அண்ணா, இது எங்கனையாയിരിக்கும் സംഭവിച്ചിട്ടുണ്ടാവുക? அது வந்து பாத்தீங்கன்னா மேல இருந்து வரும்போது பாத்தீங்கன்னா நிறைய ஊசி வலை பெண்ட் இருக்குது. 27 பெண்ட் இருக்குங்க. நாங்க இதுல பாத்தீங்கன்னா ஒரு 50 டைம்ல போய் வந்திருக்கிறோம். நாங்க வரும்போது பாத்தீங்கன்னா பிரேக் எல்லாம் அப்ளை பண்ணவே மாட்டோம். முடிஞ்ச அளவுக்கு கீர்ல தான் வண்டியை கீழே இருக்கும். ബ്രേക്ക് അപ്ലൈ ചെയ്യില്ല. അത് എന്തുകൊണ്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഗീർ തന്നിട്ട് വരുന്നത്? ட்ரம் சூடாயிரும். அப்ப பிரேக் சுத்தமா பிடிக்காம போயிடும். அதனால நாங்க பிரேக் பிடிக்க மாட்டோம். എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? பிரேக் ஃபெயிலியர் ஆயிட்டு அந்த பிரச்சனை ஆயிருக்குது. அந்த பையன் மாட்டிட்டு வந்த டிரைவர் பிரேக் அப்ளை பண்ணியே வந்திருக்கிறாரு. அதனால நடந்த சம்பவம் மாதிரி தான் தெரியுது பார்த்தா. അദ്ദേഹം പറയുന്നത് ഇതിപ്പോ നമുക്ക് അങ്ങനെ പറയാനുള്ള കാരണം എന്താ ഒന്ന് പറഞ്ഞു തരുമോ? இது பாத்தீங்கன்னா இங்க பிரேக் மார்க் இருக்கு பாருங்க. இங்க போற ரிலீஸ் வண்டி ஸ்டடி ஆகல, பிரேக் ஜாம் ஆயிருக்கலாம். அப்படியே வண்டி சாடி இருக்கு. ഇതല്ലാതെ ഇത് ഈ പാടുകൾ ഇന്നത്തെ തന്നെ ഇന്നത്തെ பார்க்கும்போது பார்த்தா அந்த டிரைவர் கொஞ்சம் எக்ஸ்பீரியன்ஸ் ஹில்ஸ்க்கு இல்லாத டிரைவர் மாதிரி தெரியுது பார்த்தா. இந்த இந்த தரையெல்லாம் பார்க்கும்போது മറ്റൊരു വാഹനം മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടാകുന്ന அப்ப அப்படி இருந்தாலும் இந்த பையன் இப்படி தான் ஒதுங்கணும். அப்படி ஒதுங்குறதுக்கு வழி இல்லை. ലെഫ്റ്റ് സൈഡിലേക്കാ പയ്യൻ വണ്ടി. ஆமாங்க. സ്വാഭാവികമായിട്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇത്തരം ഹിൽ സ്റ്റേഷനുകളിൽ, ഈ ഇത്തരം ബെൻഡുള്ള സ്ഥലങ്ങളിൽ, ചുരം പാതകളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ സ്വാഭാവികമായും അധികം ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഗിയർ താത്തിയാണ് വാഹനം കൊണ്ടുവരേണ്ടത്. ഇല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡ്രം ചൂടാവുകയും അത് ക്ലച്ചർ ഈ താന്നു നിൽക്കുകയും ബ്രേക്ക്. ഇങ്ങനെയാണ് ഡ്രൈവർമാർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ചങ്ക് പിടഞ്ഞാണ് ഞാൻ നിങ്ങൾ ഈ വാർത്ത കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വർഗീയത കൊണ്ടുവരുന്നത് പറയുമ്പോൾ ഓക്കെ, ആ കുട്ടികൾ
സോറി, ഓക്കെ, നമുക്ക് വാക്ക് വരുന്നില്ല, അത്രയും ടെൻഷനാണ് ഇങ്ങനെയുള്ള കോണ്ടന്റ് ചെയ്യുമ്പോൾ. ആ കുട്ടികൾ കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം അൻസാരി സുഹൂരി ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കെല്ലാം കേൾക്കാം. നമ്മൾ എന്തിനും വർഗീയത, ഒരൊറ്റ കാര്യം പറയുകയാണ്, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, നമ്മളെല്ലാവരും ഒന്നാണ് പൊന്നു മനുഷ്യന്മാരെ. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരൊറ്റ ദൈവത്തെയാണത്. പല വിധത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആചരിക്കുന്നു എന്നാണ്. എല്ലാം പോകുന്നത് ഒരേ ഒരു ദൈവത്തിനാണ്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നാണ്. എന്തിനാണ് ഈ മരണത്തിലും നിങ്ങൾ വർഗീയ, നിങ്ങൾ നല്ല അവൻ. ഓക്കെ, നമുക്ക് എന്തായാലും മറ്റേ ആ കുട്ടികൾ കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. പക്ഷെ ടീച്ചർ നല്ല ടീച്ചറായിരുന്നു. സ്കൂളിൽ ചെന്ന അമ്മയും അച്ഛനൊക്കെ ടീച്ചറും മാഷൊക്കെ ഞങ്ങൾക്ക്. എല്ലാവരും പോയി, ഞങ്ങൾ 3 പേരുള്ളൂ. ഒരുപോലെ കണ്ടിരുന്നത് എല്ലാവരും, നല്ല ബന്ധമായിരുന്നു. ഇപ്പോൾ സ്കൂൾ വാർഷികം കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി യാത്ര പോകണം. ആശ ടീച്ചർ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതായത് ഇന്നലെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവർ ഭക്ഷണം വാങ്ങിയ ആ ക്യാൻറ്റീനിൽ നിന്ന് ഒരു സ്ത്രീയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാനാണ് ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത്. ഞാനിവിടെ കാറ്ററിംഗിൽ നിന്ന് ഫുഡൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ 15 പേർക്കുള്ള ഫുഡ് വേണമെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ ചൂനൂരിൽ നിന്നാണ് വണ്ടി എടുക്കണത് പറഞ്ഞ്. അപ്പോൾ ആ വണ്ടി ആ കാറ്ററിങ്ങിൻ്റെ മുന്നിൽ നിന്ന് ഫുഡ് എടുത്തോളാം, എന്നിട്ട് ഞങ്ങൾ 3:30 ആകുമ്പോൾ പോകുന്നൊക്കെ പറഞ്ഞതാണ്. രാത്രി ഫോൺ വെച്ചിരുന്നു, അങ്ങനെ വിളിച്ചു പറഞ്ഞത്. ആ രാവിലെ പുറപ്പെട്ടു. പിന്നെ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾ എവിടെ എത്തി ചോദിച്ചപ്പോൾ ഒരു ആതിരപ്പള്ളി എത്തിയെന്ന് പറഞ്ഞു. അത് 9:15 അവർ ആതിരപ്പള്ളി എത്തിയെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ. അല്ലല്ല, പിന്നെ വൈകുന്നേരം 3:56 HM ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ സിംഗിൾ ഫോട്ടോ. അതൊരു തേയിലത്തോട്ടത്തിൽ അത് ടീച്ചറെ 8 ഞങ്ങൾ മൊത്തമാണ് ആ KG ആണ്. അധ്യാപകർ എത്ര പേരുണ്ട്? അത് ഒരാൾ മാത്രമേ ഉള്ളൂ. എന്താ കുടുംബത്തിന് ശാന്തി കൊടുക്കണേ, മരിച്ചുപോയവരുടെ ആത്മാവ് ശാന്തിയാക്കണേ, മരിച്ചുപോയവരുടെ ഖബർ ജീവിതം നീ നല്ലതാക്കണേ എന്ന് നമുക്ക് അത്രേ പ്രാർത്ഥിക്കാം. ഒക്കെ പൊന്നു മനുഷ്യന്മാരെ, അൻസാരി സുഹൂരി ഉസ്താദ് അയാൾ കുറച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർഗീയതയിൽ നിന്ന് കമന്റ് ഇട്ടവർ വീണ്ടും ഒരു കാര്യം പറയുകയാണ്, 3 ദിവസത്തെ ദുനിയാവാണ്, ഇവിടെ നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്, ആരും വർഗീയത ഉണ്ടാക്കണ്ട, ആരും ഉണ്ടാക്കുന്നില്ല, 100-ൽ 1-2 പേരാണ് ഇങ്ങനെ കമന്റ് ഇടുന്നത്. ഞാനൊക്കെ അത് റിയാക്ട് ചെയ്യുന്നത്. ഇനി ആരും അങ്ങനെ മുസ്ലിമിലായാലും ക്രിസ്ത്യനിലായാലും ഹൈന്ദവരിലെ 3 വിഭാഗത്തിലുമുണ്ട്. ഒന്നും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ പണി. അതുകൊണ്ട് ഇത് ഒന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത്. അൻസാരി സുഹൂരി ഉസ്താദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. മരണപ്പെട്ട ആരെങ്കിലും മുൻ പരിചയമുണ്ടോ? അവരുമായി സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും സാമ്പത്തിക ഇടപാടൊന്നുമില്ല. പിന്നെന്താണ് ഇത്ര വൈരാഗ്യം? കേരളക്കര ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ച് കുറച്ച് ടീച്ചേഴ്സ് പടക്കയാത്രയിലേക്ക് പോയപ്പോൾ കേരളം വിറയലോടുകൂടി ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കണ്ടത്. അതിന്റെ താഴെ വന്നിട്ട് ആ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, നമ്മളിത് പറയൽ പോലും അപക്വമാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കളെന്ന് മനുഷ്യരാണ്. എന്നാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തട്ടമിട്ടവളെ കണ്ടപ്പോഴേക്കും നിനക്ക് മദ്യപ്പുഴയും പൂർലീങ്ങളും പരിഹാസവും ഒക്കെ നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, രഘുരാമ, നീ നിരന്തരമായി ഈ കൈകാര്യം ചെയ്യുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഒരു സമുദായത്തോടും ഒരു സമൂഹത്തോടും ഒക്കെ നിനക്ക് പകയുണ്ടാക്കി തരുന്ന ആ ആശയദാനം നിന്നെ എവിടെ എത്തിച്ചു എന്ന് ആലോചിച്ചാൽ മതി. മൃഗമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെയൊക്കെ എന്തെങ്കിലും പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. എടാ രഘുരാമ, അവർ മരണപ്പെട്ടത് അവരുടെ കഴിവുകേടും നീ ജീവിച്ചിരിക്കുന്നതും ഞാൻ ജീവിച്ചിരിക്കുന്നതും നമ്മുടെ കഴിവല്ല. എല്ലാ മനുഷ്യർക്കും മരണം ഉണ്ടാകും. ഒരു സമയമുണ്ട്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പും ഒരു പക്ഷേ എന്റെ സമയം അപ്പോഴാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. കാരണം നമുക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ രഘുരാമ, ഒരേ ഒരു കാര്യം. ഇവിടുന്ന് മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് ഒരു പുൽനാമ്പിന്റെ നന്മയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചു പോകണം. എടാ, യജമാനന്റെ തുടലിൽ കിടക്കുന്ന നായെങ്കിലും മരണപ്പെടുമ്പോൾ ആ യജമാനൻ അങ്ങനെ ഒരു നായ ഉണ്ടായിരുന്നു എന്ന് ഓർത്തു പോകും. ആ തുടല് കാണുമ്പോൾ, ആ കൂട് കാണുമ്പോൾ നിന്നെയൊക്കെ ആരും ഓർക്കൂടാ. നീയൊക്കെ എത്ര നാളെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുള്ളത്? ഈ നിരന്തരം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സമൂഹത്തോടുള്ള വൈരാഗ്യ വിദ്വേഷമൊക്കെ തല. നീ ഇന്നേ വരെ ഒരു ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടോ? നീ നേരെ ചൊവ്വേ 2 മിനിറ്റ് സമാധാനത്തെ കക്കൂസ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. എന്തുകൊണ്ടാ? നിന്റെ രാവും പകരും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിദ്വേഷങ്ങൾ നിനക്ക് പറഞ്ഞു തരുന്ന ഇത്തരം ആശയത്തിന്റെ പേരിൽ നിന്റെ തലച്ചോറ് പുണ്ണായിട്ട് നീ മറ്റുള്ളവരെ ഓർത്ത് സമാധാനപ്പെടുകയാണ്.
രഘുരാമ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ശവമായി ജീവിക്കാതെ മനുഷ്യരെ പോലെ ജീവിക്കുക. ഈ ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കാൻ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, മനുഷ്യരുണ്ട്. അവരടയാളപ്പെടുത്തി പോയ ഒട്ടനവധി നന്മകൾ, സുഹൃതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് അവരെ ഓർത്തുകൊണ്ടിരിക്കും, അവരെ സ്മരിച്ചുകൊണ്ടിരിക്കും, അവർ ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ രഘുരാമ, നീ പറഞ്ഞ തോന്നിയാസം ഉണ്ടല്ലോ, നീ ചത്താ പോലും മനുഷ്യ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകത്തില്ല എന്ന് മാത്രമല്ല, നീയൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൽ ഒരു അടയാളം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ നീയൊക്കെ ബാക്കിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലത് ചിന്തിച്ച്, നല്ലത് പ്രവർത്തിച്ച്, ഈ തിന്മകളിൽ നിന്നും, ഈ വൈരാഗ്യ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും മനുഷ്യനായി ജീവിച്ച്, കഴിക്കുന്ന മന്തി ഉണ്ടല്ലോ അതിന്റെ രുചി ആസ്വദിച്ചു, കുടിക്കുന്ന വെള്ളത്തിന്റെ ആ രുചി ആസ്വദിച്ച് ഒരു ദിവസമെങ്കിലും, ഒരു നിമിഷമെങ്കിലും ജീവിക്കടാ. എന്തിനാണ് ഇങ്ങനെ മൃഗമായിട്ട് ജീവിക്കുന്നത്? അൻസാരി ദുഹരി ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത് പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി ഇടം വരാം. ഓക്കെ ബൈ.